നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ഭരണഘടന അട്ടിമറിച്ച് സവർക്കറെ പ്രതിഷ്ഠിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ. മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കാത്ത വർഷമാവട്ടെ 2025 എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വേദനകളില്ലാത്ത വർഷമായി പുതുവർഷം മാറട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. അഗ്രഹാര വീതികളിൽ ഭക്തിയുടെ പ്രഭചൊരിഞ്ഞ കിഴക്കഞ്ചേരി ഗ്രാമം രഥോത്സവം. പ്രസിദ്ധമായ കിഴക്കഞ്ചേരി ഗ്രാമം ഗണപതി ക്ഷേത്രത്തിലെ രഥോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ഭരണഘടന അട്ടിമറിച്ച് സവർക്കറെ പ്രതിഷ്ഠിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെന്ന് വി.കെ. ശ്രീകണ്ഠൻ MP. ഭരണഘടനാ ശില്പി അംബേദ്കറെ അപമാനിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുത്വ അജണ്ട രാജ്യത്ത് നടപ്പിലാക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, C. ചന്ദ്രൻ, C.V. ബാലേന്ദ്രൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, രമ്യ ഹരിദാസ്, സുമേഷ് അച്യുതൻ, P. വേണുഗോപാൽ, K.A. തുളസി എന്നിവർ സംസാരിച്ചു. മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കാത്ത വർഷമാകട്ടെ 2025 എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മാധ്യമപ്രവർത്തകർക്ക് കേക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആശംസിച്ചു. വേദനകളില്ലാത്ത വർഷമായി പുതുവർഷം മാറട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ്, സുരേഷ് വെള്ളിമംഗലം, N. രമേശ്, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവധിയുടെ മാസമാണ്, നമുക്കൊരു അവധിയൊക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു വൈബുള്ള മാസമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ക്രിസ്മസ് ആശംസിക്കുന്നു. ഒരു 6-7 ദിവസങ്ങൾക്കപ്പുറം ഒരു പുതിയ വർഷം വരെയാണ് 2024. ഓരോരുത്തരുടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി വർഷമാണ് 2024. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനപ്രതിയാകാൻ അവസരം കിട്ടിയ വർഷമാണ്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2024 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ജീവിതത്തിൽ ഇരിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും 2024 മനോഹരമായ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അല്ലാതുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ വർഷമാണ് 2024. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. മലയാള കവിതാ ശാഖയെ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാവ്യകല എന്ന പേരിൽ ഭരതനാട്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നർത്തകി ബിന്ദു ലക്ഷ്മി പ്രമോദ്. മാധ്യമപ്രവർത്തകർക്ക് കേക്ക് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആശംസിച്ചു. വേദനകളില്ലാത്ത വർഷമായി പുതുവർഷം മാറട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ്, സെക്രട്ടറി ശ്രീനേഷ്, സുരേഷ് വെള്ളിമംഗലം, N. രമേശ്, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം അവധിയുടെ മാസമാണ്, നമുക്കൊരു അവധിയൊക്കെ കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു വൈബുള്ള മാസമാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി ക്രിസ്മസ് ആശംസിക്കുന്നു. ഒരു 6-7 ദിവസങ്ങൾക്കപ്പുറം ഒരു പുതിയ വർഷം വരെയാണ് 2024. ഓരോരുത്തരുടെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി വർഷമാണ് 2024. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനപ്രതിയാകാൻ അവസരം കിട്ടിയ വർഷമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2024 ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ജീവിതത്തിൽ ഇരിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും 2024 മനോഹരമായ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അല്ലാതുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായ വർഷമാണ് 2024. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പേവിഷമുക്തം കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പേവിഷ പ്രതിരോധ ബോധവൽക്കരണ വാഹന പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വടക്കഞ്ചേരിയിൽ നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പേവിഷമുക്തം കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പേവിഷ പ്രതിരോധ ബോധവൽക്കരണ വാഹന പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് വടക്കഞ്ചേരിയിൽ നടന്നത്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VJ ഹുസനാർ ഫ്ളാഗ് ഓഫ് കർമ്മം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പ് നടത്തുന്ന പേവിഷബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ജനങ്ങൾക്ക് നൽകുന്ന ഒരു ബോധവൽക്കരണ ക്ലാസിൻ്റെ ജില്ലാതല പ്രചരണ വാഹന ജാഥയാണ് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത്. അതിലെനിക്ക് ചുരുക്കം പറയാനുള്ളത്, നമ്മളിപ്പോൾ
റോഡുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഇഷ്ടംമാതിരി ആയിട്ടുള്ള ശല്യമുണ്ട്. പക്ഷെ അത് കുടുംബങ്ങളിലവർ വളരെ അരിമയായിട്ട് വളർത്തുന്നതായിരിക്കും. അത് കൃത്യസമയത്ത് തന്നെ വന്ധീകരണം നടത്തണം. അതിനുള്ളൊരു സൗകര്യം കൂടി ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജാഥ. പിന്നെ അതിനോടൊപ്പം എനിക്കൊന്ന് എടുത്തു പറയാനുള്ളത്, നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ നമ്മളിവിടെ ഹരിതകർമ്മസേനയൊക്കെ ഉണ്ട്. ഈ വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് ഒരു പ്രശ്നമാണ്. ഭക്ഷണ വസ്തുക്കൾ വലിച്ചെറിയുന്നത് ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഇത് ഭക്ഷിക്കുന്നതിന് വേണ്ടി കൂട്ടമായിട്ട് വരികയാണ് ഈ തെരുവുനായ്ക്കൾ. സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ CK ദേവദാസ്, ഗിരിജ സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി K രാധിക, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ P ശ്രീദേവി, മിഷൻ റാബിസ് എഡ്യൂക്കേഷൻ ഓഫീസർ ദീപ V എന്നിവർ സംസാരിച്ചു. പേവിഷബാധ പ്രതിരോധത്തിൻ്റെ 3ാം ഘട്ട ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വാഹന പ്രചരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 4 ദിവസമാണ് ജില്ലയിൽ വാഹനം പ്രചരണം നടത്തുക. മറ്റു വാർത്തകളിലേക്ക്. വണ്ടാഴി പഞ്ചായത്തിലെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച UDF മെമ്പർമാരുടെ സമരം. ഇരുട്ടിലാക്കും പഞ്ചായത്തെ, നിങ്ങൾക്കെതിരെ പ്രതിഷേധം, UDF മെമ്പർമാരുടെ പ്രതിഷേധം. വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തെരുവുവിളക്കുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ UDF മെമ്പർമാരായ ഡിനോയ് കോമ്പാറ, R സുരേഷ്, V വാസു, S ഷാനവാസ്, മോളി PJ, ബീന ഷാജി, ദിവ്യ മണികണ്ഠൻ എന്നീ UDF മെമ്പർമാരാണ് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് സമരം ചെയ്തത്. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് INTUC തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള നാടിനെ വിറ്റു തുലച്ച പിണറായി വിജയ തമ്മാടി, കാട്ടുകള്ള പിണറായി, നാണം കെട്ടു നാട് ഭരിക്കാൻ. INTUC തരൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടക്കഞ്ചേരി KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയുമാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ കറണ്ട് ചാർജ് 19 ഒന്നുമല്ല, ഏപ്രിൽ ഒരു 13 ആവും. മൊത്തം യൂണിറ്റിന് ഒരു 50 പൈസയുടെ താഴെ വരുന്നുണ്ട്. പക്ഷെ അത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഇരുട്ടടി. അപ്പോൾ ഇത് വളരെ ലാഘവത്തോടു കൂടിയിട്ടും ഒരു ദീർഘവീക്ഷണത്തോടും CPM ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. ഇപ്പം ഇന്നലെ ആണവ നിലയം കേരളത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ ഈ ആണവ നിലമൊന്നും നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതി. ഇപ്പോൾ തമിഴ്നാടുണ്ട്, അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രകൃതികളുണ്ട്, അതുപോലെ തന്നെ മറ്റേ സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ ഒരു പ്രയാസമില്ല, അങ്ങനത്തെ ഏരിയയാണ്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ഒരു 5 സെന്റോ 2 സെന്റോ വീട് വെക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇന്നിപ്പോൾ ഇവിടെ. റീജിയണൽ പ്രസിഡന്റ് സുബൈർ അധ്യക്ഷനായി. റെജി K മാത്യു, ആണ്ടിയപ്പോ, ഇല്യാസ് പടിഞ്ഞാറേക്കളം, ശിവരാമകൃഷ്ണൻ, ഉണ്ണി, അയ്യപ്പൻ, മുജീബ് എന്നിവർ സംസാരിച്ചു. അഗ്രഹാര വീഥികളിൽ ഭക്തിയുടെ പ്രഭ ചൊരിഞ്ഞ് കിഴക്കഞ്ചേരി ഗ്രാമം രഥോത്സവം ആഘോഷിച്ചു. രഥോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച കാലത്ത് മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് കളഭാഭിഷേകം, മഹാദീപാരാധന എന്നിവയ്ക്ക് ശേഷം 3 ഗജവീരന്മാരെ അണിനിരത്തി പഞ്ചാരിമേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ സ്വാമി എഴുന്നള്ളത്ത് നടത്തി. ഉച്ചയ്ക്ക് പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം സ്വാമിയുടെ കോലം രഥത്തിലേറി ഗ്രാമവീഥികളെ ഭക്തിസാന്ദ്രമാക്കി രഥപ്രയാണം നടത്തി. വൈകിട്ട് 4:30 തിരിച്ചെഴുന്നള്ളത്ത് നടത്തിയ ശേഷം പഞ്ചവാദ്യത്തിൻ്റെയും പാട്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ 3 ആനകളെ അണിനിരത്തി സ്വാമി എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നു. ഡിസംബർ 27-നാണ് രഥോത്സവ ചടങ്ങുകൾക്ക് സമാപനമാവുക.
കിഴക്കത്തിരി തച്ചക്കോട് കൊറ്റങ്കോട് അയ്യപ്പൻ വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഉഷപൂജ, പറയെടുപ്പ്, അന്നദാനം, പഞ്ചാരിമേളം, തെയ്യം, ശിങ്കാരിമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടന്നു. ഭജന, അയ്യപ്പൻ പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളത്ത് തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു.